കാസർഗോഡ് മണ്ഡലത്തിൽ ഷാനവാസ് പാദൂർ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. INL CPM നേതാക്കളുടെ യോഗത്തിലാണ് തീരുമാനമായത്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. അരുൺ പൂപ്പറമ്പയുണ്ട്. അരുൺ പൂപ്പറമ്പ, 4 മണ്ഡലങ്ങളിലാണ് LDFിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുണ്ടായിരുന്നത്. തിരുവനന്തപുരത്ത് സുധീർ കനവനെ നിശ്ചയിച്ചു. ഇപ്പോൾ ഇതാ ഇങ്ങ് കാസർഗോഡ് ഷാനവാസ് പാദൂരിനെ നിശ്ചയിച്ചിരിക്കുന്നു. INLന്റെ സീറ്റാണ്. മഞ്ചേശ്വരത്ത് പരിഗണിച്ച നേതാവാണ് ഈ ഷാനവാസ് പാദൂർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒടുവിൽ മഞ്ചേശ്വരത്തിന് പകരം കാസർഗോഡാണ് കൊടുത്തത്. ഷാനവാസ് പാദൂരിന് താല്പര്യം മഞ്ചേശ്വരമായിരുന്നു. അവസാനം ഷാനവാസ് പാദൂർ CPMന്റെ താല്പര്യത്തിന് കൂടി വഴങ്ങിയാണോ ഇപ്പോൾ കാസർഗോഡ് മത്സരത്തിനിറങ്ങുന്നത്? അരുൺകുമാർ, തീർച്ചയായും അതങ്ങനെ തന്നെയാണ്. മഞ്ചേശ്വരത്തായിരുന്നു ഷാനവാസ് പാദൂരിനെ ആദ്യഘട്ടത്തിൽ പരിഗണിച്ചിരുന്നത്. എന്നാൽ CPIM ഒടുവിൽ തീരുമാനിച്ചത് ഷാനവാസ് പാദൂരിനെ മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കേണ്ടതില്ല എന്നതാണ്. അതിന് മറ്റു ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി CPM അന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന് ഷാനവാസ് പാദൂരിനോട് CPM നേതൃത്വം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആദ്യഘട്ടത്തിൽ അത് ഷാനവാസ് പാദൂർ സമ്മതിച്ചിരുന്നില്ല. പിന്നീട് INL-ലാണ് LDFിൽ INL-ലാണ് കാസർഗോഡ് സീറ്റ് ഉള്ളത്. INL നേതൃത്വവും നിലപാടെടുത്തു. ഷാനവാസ് പാദൂരാണെങ്കിൽ ആ സീറ്റ് നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന്. ഒടുവിൽ CPM നേതൃത്വത്തിന്റെ സമ്മർദ്ദം കൂടി ഉണ്ടായ സീറ്റിൽ മത്സരിക്കണമെന്ന് ഇന്നിപ്പോൾ ഒടുവിൽ നടത്തിയ ചർച്ചയിൽ അത്തരം സമ്മർദ്ദമുണ്ടായി. അങ്ങനെയാണ് ഷാനവാസ് പാദൂർ CPMന്റെയും അതോടൊപ്പം തന്നെ INL നേതൃത്വത്തിന്റെയും ആ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ മത്സരിക്കാൻ തയ്യാറാണെന്ന് ആ നേതൃത്വത്തെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം നാളെയാണ് ഉണ്ടാവുക. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് കാസർഗോഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നിലവിൽ UDF BJP ആണ് കഴിഞ്ഞ കാല തെരഞ്ഞെടുപ്പുകളിലെല്ലാം നേർക്കുനേർ പോരാട്ടം ഉണ്ടായിരുന്നത്. LDF 3-ാം സ്ഥാനത്താണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും 28,000-ഓളം വോട്ടുകളാണ് LDFിന് അവിടെ നേടാൻ കഴിഞ്ഞത്. എന്നാൽ ഷാനവാസ് പാദൂർ മത്സരിച്ചു കഴിഞ്ഞാൽ അവിടെ ശക്തമായ ത്രികോണ മത്സരത്തിന് സാഹചര്യം ഒരുങ്ങും എന്നതാണ് LDF നേതൃത്വം വിലയിരുത്തുന്നത്. പൊതുവെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഷാനവാസ് പാദൂരിന് മണ്ഡലത്തിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിക്കും. ഷാനവാസ് പാദൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതായത് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചത് ഇതേ മണ്ഡലത്തിലെ ചെങ്കള ഡിവിഷനിൽ നിന്നാണ്. ആ ഡിവിഷനിൽ നിന്ന് UDFിന്റെ കോട്ടയ ഡിവിഷനിൽ നിന്ന് അവിടെ UDFിനെ പരാജയപ്പെടുത്തി ജില്ലാ പഞ്ചായത്തിലേക്ക് വിജയിച്ച ആളാണ് ഷാനവാസ് പാദൂർ. അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലൊക്കെ ഇടപെടാൻ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുമെന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും ഔദ്യോഗിക പ്രഖ്യാപനം നാളെ വരും. കാസർഗോഡ് ശക്തമായ ത്രികോണ മത്സരത്തിന് സാഹചര്യം ഒരുങ്ങും. INL നൽകിയ സീറ്റിൽ ഇപ്പോൾ ഷാനവാസ് പാദൂർ മത്സരിക്കാനിറങ്ങുന്നു. കല്ലട്ടമൈൻ ഹജി, ഒപ്പം ഷാനവാസ് പാദൂർ, ML അശ്വിനി എന്നിവരാണ് കാസർഗോഡ് മത്സരത്തിനിറങ്ങുക. കാസർഗോട്ടെ മത്സര ചിത്രവും തെളിഞ്ഞിരിക്കുന്നു.